തുറമുഖം അത് തന്നെയാണ് വിഷയം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. എന്തൊക്കെയോ വാരിക്കോരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്നത് വലിയ സംശയങ്ങളാണ്. ഈ സംശയങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളെല്ലാം ദിനം പ്രതി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. കരാർ ലംഘനങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. 8 തവണ നോട്ടീസ് കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നത്. അവസാനം 15 കോടി രൂപ പിഴ ചുമത്തിയതുവരെയുള്ള വിവരങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള 2 വീഡിയോയിലും ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ പോയിട്ട് കാണാവുന്നതാണ്. എന്തായാലും ചോദ്യം ഇതാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അദാനി പോർട്സ് എന്താണ് മറച്ചു വെക്കുന്നത്? ഇതൊക്കെ നടന്ന സമയത്ത് ഈ സർക്കാർ ഇതെവിടെയായിരുന്നു? ഇത് ഇവർ നടത്തുന്നു എന്ന് പറയുമ്പോഴും ഒക്കെ സർക്കാർ എവിടെയായിരുന്നു എന്നുള്ളതാണ്. ഇനി വിഴിഞ്ഞം തുറമുഖ കമ്പനി അദാനി പോർട്സിന്, അതായത് സർക്കാർ അദാനി പോർട്സിന് വേണ്ടിയിട്ട് ചുമത്തിയത് 15 കോടി രൂപയാണ് എന്നുള്ളത് അതൊരു സാധാരണ സംഭവമായിട്ട് കാണാൻ എന്തായാലും കഴിയില്ല. ഇത് 2 വർഷം നീണ്ടു നിന്ന കരാർ ലംഘനങ്ങളുടെ പിഴയാണ്, ഫലമാണ്. 2 വർഷം നീണ്ടു നിന്നു എന്നുള്ളതാണ്. 2 വർഷം കൊണ്ട് നമുക്ക് മുമ്പിൽ വെളിപ്പെട്ടിട്ടുള്ളത് ഇത് മാത്രമാണ്. 15 കോടി രൂപ പിഴ ഈടാക്കാൻ കൊടുത്തു എന്നുള്ളതാണ്. ആകെ 8 തവണ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് വരുന്നുണ്ട്. മറുപടി ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ തൃപ്തികരമല്ല എന്നുള്ളതാണ്. കാരണം കാണിക്കൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് കൊടുത്തതിന് കിട്ടുന്ന മറുപടികൾ ഒന്നും തന്നെ തൃപ്തികരമല്ലായിരുന്നു. അതും ആരുടെ കാലത്തായിരുന്നു? MD ആയിരുന്നത് ദിവ്യ എസ് അയ്യർ ആയിരുന്ന സമയത്തായിരുന്നു. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള നടപടിയാണോ? ദിവ്യ എസ് അയ്യർക്ക് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ അദാനി പോർട്സ് പോലുള്ള വലിയ കമ്പനിയോടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ അവരത് വ്യക്തിപരമായിട്ട് അങ്ങനെ എടുത്തു ചെയ്യുമെന്നൊന്നും നമുക്ക് കരുതുക വയ്യ എന്നുള്ളതാണ്. അപ്പോ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ ആക്ട് അവർ എടുത്തത് എന്നുള്ളത് തെളിയിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് സാമ്പത്തിക റിപ്പോർട്ടുകളാണ്. അത് സമർപ്പിച്ചിട്ടില്ല കൃത്യമായിട്ട്. എന്തുകൊണ്ടാണ് അത് സമർപ്പിക്കാൻ കഴിയാത്തത്? ഓരോ വർഷവും ഫിനാൻഷ്യൽ റിവ്യൂ റിപ്പോർട്ട് നൽകണം എന്നുള്ളത് വ്യക്തമായിട്ട് അത് ഇവർക്കിടയിലുള്ള ധാരണയിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതുവരെ ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല അദാനി പോർട്സ്. രണ്ടാമത്തേത് സ്പെഷ്യൽ ബാങ്ക് അക്കൗണ്ടുകളുടെ ലംഘനമാണ്. എല്ലാ ഇടപാടുകളും ഒരു പ്രത്യേക അക്കൗണ്ടിലൂടെ മാത്രമാണ് നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതും ലംഘിച്ചു. പണം മറ്റ് അക്കൗണ്ടുകളിലേക്കൊക്കെ അദാനി പോർട്സ് മാറ്റി. അങ്ങനെ മാറ്റാൻ പറ്റുമോ? എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഒന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങളും ഞാനും തമ്മിൽ, അല്ലെങ്കിൽ ഞാനും മറ്റൊരാളും തമ്മിൽ ഒരു ബിസിനസ്, പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നു. അതിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. നമ്മൾ കൃത്യമായിട്ട്, ഞാൻ അയാൾക്ക് എന്റെ സാമ്പത്തിക റിവ്യൂ റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേത് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ലംഘിക്കാനാണെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരുമല്ലോ. അങ്ങനെ ചെറിയൊരു ലംഘനമല്ല ഇവര് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു ഫിനാൻഷ്യൽ, സാമ്പത്തികപരമായിട്ടുള്ള സുതാര്യതയെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്ന്, സർക്കാർ പണത്തിന് കണക്കൊന്നുമില്ല. സർക്കാർ അനുവദിച്ച പണം എങ്ങനെ ചെലവഴിച്ചു, വരുമാനത്തിന്റെ ഉറവിടം എന്താണ്, ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള വിശദീകരണം നൽകാൻ അദാനി പോർട്സിന് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ല. അപ്പോ ദിവ്യ എസ് അയ്യർ കണ്ടെത്തിയതാണ് ഈ കാര്യങ്ങളൊക്കെ. ട്രാൻസാക്ഷനുകളിൽ ഒന്നും വ്യക്തതയില്ല എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു വലിയ ചോദ്യം ഇവിടെയുണ്ട്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ലംഘനങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടായില്ല? അതൊരു പ്രധാന ചോദ്യമല്ലേ. 15 കോടി രൂപ പിഴ ചുമത്തിയാൽ മതിയോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അദാനി പോർട്സ് ആണ്
അപ്പോ വലിയ വമ്പൻ ഭീമൻ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള വമ്പൻ വ്യവസായമാണ് അവരതിലൂടെ ലാക്കാക്കുന്നത്. അപ്പൊ അതിന് അവിടുത്തെ കാര്യങ്ങൾ ലംഘിക്കുമ്പോൾ, കരാറുകൾ ലംഘിക്കുമ്പോൾ 15 കോടി രൂപ ചെറിയ എമൗണ്ട് അല്ലേ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് തെറ്റു പറയാനൊന്നും എന്തായാലും സാധിക്കില്ല. മാത്രമല്ല ഇതിൽ കൂടുതൽ വലിയ തുകകൾ ഇൻവോൾവ് ആണോ എന്നുള്ള ഒരു സംശയം കൂടി വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മുമ്പിലേക്ക് വന്ന തുക മാത്രമാണിത്. ഇതിനപ്പുറമുള്ള ചില തുകകളും അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഈ റവന്യൂ ലീക്കേജ് ആയിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ ഒരു കോർപ്പറേറ്റ് വിഷയമായിട്ട് മാത്രം നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട്, രാഷ്ട്രീയ വിവാദമായിട്ട് തന്നെ മാറിയിരിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ കാണുകയാണ്. പ്രത്യേകിച്ചും ഇടതും വലത് നറേറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോ ലെഫ്റ്റ് നറേറ്റീവ്സ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരാർ ലംഘനമുണ്ട്, കോർപ്പറേറ്റ് അധികാരം ഉയർന്നു വന്നതിന്റെ ഉണ്ട്, സർക്കാർ നിയന്ത്രണം വെക്കണം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ റൈറ്റ് വിങ് നറേറ്റീവ് എന്ന് പറയുന്നത് വികസന പദ്ധതികൾ തടയുന്നു എന്നുള്ളതാണ്. ഒരു വയലേഷൻ ഉണ്ടായി, ആ വയലേഷൻ തിരുത്തണം, ആ കമ്പനിയെ മാറ്റണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വയലേഷൻ തിരുത്തണം, ഇവർക്ക് പിഴ ചുമത്തിയിട്ടുണ്ട്, ഈ പിഴ ഈടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ വികസനം തടയുക എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ ഇതിലുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. കാരണം അങ്ങനെ നമ്മൾ ഒരു പക്ഷം മാത്രം എടുത്ത് ആലോചിച്ചു കൊണ്ടിരുന്നാൽ നമുക്കൊരു അന്തവും കുന്തവും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിന് അവർ പറഞ്ഞ് ഈ ഒരു സംഭവം വേണ്ട എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഈ വയലേഷൻ ചൂണ്ടിക്കാണിക്കുകയാണ്. വയലേഷനുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഒരു വികസനം വേണ്ട എന്നൊരു അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല. മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് നോക്കി നോക്കൂ. രേഖകൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പോ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ടേ? അതിനെ വെറുമൊരു രാഷ്ട്രീയ വിവാദമായിട്ട് മാത്രം പറഞ്ഞ് ഒതുക്കി കളയാനായിട്ട് സാധിക്കുമോ? അപ്പോ ഈ 15 കോടി രൂപ പിഴ എന്നുള്ളത് ഒരു സിംറ്റം മാത്രമായിട്ടല്ലേ കാണാൻ കഴിയുകയുള്ളൂ? പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ ഒരുപാട് വലുതായിക്കൂടെ? വലിയ ആഴത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ട്രാൻസ്പെറൻസി ഇല്ല, അല്ലെങ്കിൽ സുതാര്യത ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ പണം അത് ആരുടെ കയ്യിലേക്കൊക്കെ പോകും, എങ്ങനെ പോകും എന്നുള്ളത് കൂടിയുണ്ട്. ഇനി പിഴ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റമില്ലാതെ ആകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി സ്വാഭാവികമായിട്ടും വരും. കണക്കില്ലാത്ത പണം വരുന്നു, അത് വികസനമാണോ അതോ ലൂട്ടിംഗ് ആണോ, സർക്കാരിനെ പറ്റിച്ച് അദാനിക്ക് ലാഭം ഉണ്ടാക്കലാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും കരാർ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അത് ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യം കൂടിയായിട്ട് മാറുന്നുണ്ട്. ഇനി പൊതുജനത്തിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ പൊതുജനം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ജനങ്ങളുടെ പണം എന്ന് പറയുന്നത് സർക്കാർ എടുത്ത് ചെലവാക്കുന്നതും ജനങ്ങളുടെ പണമാണല്ലോ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പണമൊന്നുമല്ല. അപ്പൊ അത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഇതെല്ലാം വികസനത്തിന് വേണ്ടി എടുത്തു കൊടുക്കുന്നത്. അപ്പോ ഈ പണം സുരക്ഷിതമാണോ, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കുന്നുണ്ടോ വഴിവിട്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് കരാർ ലംഘനം, അത് എങ്ങനെ അനുവദിക്കാൻ കഴിയും എന്നുള്ളത് കൂടി സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിഴിഞ്ഞം, അതൊരു സ്വപ്ന പദ്ധതിയാണ് എന്നൊക്കെയാണ് തള്ളുന്നുണ്ടായിരുന്നത്. ഇനി ഇത് വെറുമൊരു തള്ളൽ മാത്രമാണോ, അല്ലെങ്കിൽ കേരളത്തിന്റെ അഭിമാനമായിട്ട് മാറുമോ, അല്ലെങ്കിൽ കേരളത്തിന്റെ വിവാദങ്ങളുടെ നെറുകയിലേക്ക് എത്തിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറുമോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.